ഹായ് ഹലോ, ഇറ്റ്സ് മീ സൗഭാഗ്യ. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു പ്രണയബന്ധത്തിലാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 10 സൈനുകളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങൾ എന്നുള്ളത്. ഫസ്റ്റ് വൺ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടായിരിക്കില്ല, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊന്നും ഈ ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യാറ്, ആ ഒരു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറന്ന് സന്തോഷത്തിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ അയാളെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഒരു സൈനായിട്ട് നമ്മൾ പറയുന്നത്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളൊരു പ്രണയബന്ധത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മാറ്റി നിർത്തി നിങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും 24 മണിക്കൂറും പറഞ്ഞ പോലെ എപ്പോഴും അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറ്. എന്തിന്, നമ്മളൊരു ജോലിയിൽ ഏർപ്പെട്ടു പോവുകയാണെങ്കിൽ പോലും ആ ഒരു ജോലിയിലേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ആ ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും. അതായത് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഒന്ന് വിളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം, അതല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ടാൽ മതിയായിരുന്നു. ഇങ്ങനെ അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മളൊരു ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ജോലി നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്, എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സൈൻ. മൂന്നാമത്തെ പോയിന്റ്, അവരിലുള്ള നെഗറ്റീവുകളെയും നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. അതായത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അവരെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടായിരിക്കുക. ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാനും വിലയിരുത്താൻ പോലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ അവരുടെ നെഗറ്റീവുകളേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തിയെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. അതായത് ആ ഒരു വ്യക്തിയിലുണ്ടാകുന്ന നെഗറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രശസ്തി കൊടുക്കുന്നില്ല, മറിച്ച് ആ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അവരിലുണ്ടാകുന്ന എന്ത് നെഗറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോഴും അതിനൊന്നും യാതൊരു ചെവിയും കൊടുക്കാതെ ആ ഒരു വ്യക്തിയെ മാത്രം ഇഷ്ടപ്പെട്ടു പോകാനാണ് നിങ്ങൾ അവിടെ ശ്രമിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്, അവരിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ കൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. 4, നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങും. ഒരുപക്ഷെ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം പോകുന്നതിന് തന്നെ അറിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടായിരിക്കും. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവരുടെയും പാഷൻസ്, അതുപോലെ ടേസ്റ്റ്, അതുപോലെ ചിന്താഗതികൾ, ഹാബിറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പോൾ ജീവിച്ചു പോകുമ്പോഴും ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുള്ളത്. 4ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും സിമിലാരിറ്റി ഒരുപോലെ ആയിരിക്കുമെന്നതാണ്. 5ാമത്തെ പോയിന്റ്, മറ്റുള്ളവരെ നിങ്ങൾ പിന്നീട് അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈമിലൊക്കെ എല്ലാവരെയും നിങ്ങൾ നോക്കിയിട്ടും സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കാം. അതില്ലെങ്കിൽ തന്നെ എവിടെയും പോവുകയാണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ നിങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങളൊരു ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മറ്റുള്ളവരിലേക്കായിരിക്കില്ല നിങ്ങളുടെ ശ്രദ്ധ, അതായത് മറ്റുള്ളവരിലായിരിക്കില്ല നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും അട്രാക്ഷൻ കാണിക്കുന്നതൊന്നും. നേരെ തിരിച്ചെന്തായിരിക്കും, നിങ്ങൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയിലായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരിക്കുക. മറ്റുള്ളവർ പിന്നെ എന്ത് ചെയ്താലും എവിടെ പോയാലും അവരെന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യവും കൊടുക്കാതെ താൻ സ്നേഹിക്കുന്ന ആ ഒരു പാർട്ട്ണർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് 5ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്. 6, ആ ഒരു വ്യക്തിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിക്കും. അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. മറ്റാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ടൊന്നും നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കില്ല. നേരെ തിരിച്ച് താനൊരു പ്രണയത്തിലാണ് എന്നറിഞ്ഞ് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിയുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടോ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക എന്നതാണ് 6ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. 7ാമത്തെ പോയിന്റ്, ഫോണിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന കൂട്ടത്തിലായിരിക്കും. അതായത് ആദ്യമൊന്നും എന്താണ്, ഫോണൊന്നും അധികം ശ്രദ്ധ കൊടുക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല. മെസ്സേജ് വന്നാൽ പോലും അതൊന്നും നോക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും. പിന്നീട് നിങ്ങളുടെ ജോലി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ ആയിരിക്കാം നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ഒരു പ്രണയത്തിലായി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൂടുതലും ഫോണിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. കാരണം ആ ഒരു വ്യക്തി മെസ്സേജ് അയച്ചോ വിളിച്ചിട്ടുണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. എന്തിന്, നിങ്ങളൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്താണ് പോയി നോക്കാറുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ തന്നെയായിരിക്കും. നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ്, ഫോണിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസുകളൊക്കെ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വേഗം നമ്മൾ എടുത്തു നോക്കുക അവരുടെ മെസ്സേജ് ആണോ എന്നുള്ളത്. അപ്പോൾ 7ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് ഫോണിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 8ാമത്തെ പോയിന്റ്, അവരുമായിട്ട് ഒരു കോംപ്രമൈസ് മൈൻഡ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകളോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ പോലും എന്താണ്, അതൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാകും എന്നതാണ് 8ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്. 9ാമത്തെ പോയിന്റ്, അവർക്കായിരിക്കും കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ടായിരിക്കുക. ഒരു പ്രണയത്തിലാകുന്നതിന് മുമ്പ് എന്താണ്, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലീസിൻ്റെ കൂടെ യാത്ര പോകാൻ വേണ്ടിയിട്ടും അവരുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുന്നതും അവർക്കായിരിക്കും നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്. എന്നാൽ ഒരു പ്രണയത്തിലായി കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിച്ച് എവിടേക്കാണ് യാത്ര പോവുക എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ നമ്മളോട് ചോദിക്കുകയാണ് നമുക്കൊരു യാത്ര പോവുകയല്ലേ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ എന്താണ്, നമുക്ക് അതിനുള്ള ഒരു മൈൻഡ് നമ്മൾ കാണിക്കാറില്ല. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് നമുക്കൊന്ന് എവിടേക്കെങ്കിലും പോവുകയല്ലേ, ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ ഒന്ന് പാർക്കിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ശരി എന്ന് പറഞ്ഞ് നമ്മൾ വേഗം പോകാറുണ്ട്. അതായത് പ്രണയത്തിലായി കഴിഞ്ഞ ഫ്രണ്ട്സിനേക്കാളും ഫാമിലീസിനെക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്, നമ്മൾ ആ ഒരു പാർട്ട്ണർക്ക് തന്നെ ആയിരിക്കും. നമ്മൾ ആ പ്രണയത്തിലായിരിക്കുന്ന ആ ഒരു വ്യക്തിക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് എന്നതാണ് 9ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്. 10ാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അടുപ്പമുള്ള ആളുകളുമായിട്ട് കൂടുതൽ അടുക്കും എന്നതാണ്. അതായത് അവരുടെ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താണ് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും അതുപോലെ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനുസരണങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്നതാണ് 10ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത്. അതായത് ഏതൊരു വ്യക്തിയും പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു 10 സൈനുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു 10 സൈനിൽ ഏതെങ്കിലും ഒരു സൈൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.